എത്ര വലിയ വെല്ലുവിളികളെ അതിജീവിച്ചായാലും നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം LDF സർക്കാർ പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മുൻ UDF ഭരണവും 2016 ശേഷമുള്ള LDF ഭരണവും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തത്. LDF അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി തുടങ്ങിയവയൊന്നും യാഥാർത്ഥ്യമാകുമായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളത്തിന്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. കേരളത്തിനെതിരെ നശീകരണ നിലപാട് കൈക്കൊള്ളുന്ന കേന്ദ്ര സർക്കാരിന് തന്നെ കേരളമാണ് മികച്ച സംസ്ഥാനമെന്ന് അംഗീകരിക്കേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി. മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ ഈയൊരു നശീകരണ വികാരം. അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ച്. തകരട്ടെ എന്നാഗ്രഹിച്ചെങ്കിലും വിവിധ കാര്യങ്ങളിൽ ഇതാ രാജ്യത്തിൻ്റെ മുന്നിൽ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റേതായ അവാർഡുകൾ ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്രത്തിന് തന്നെ നൽകേണ്ടി വന്നു. നവകേരള സൃഷ്ടിക്കായി ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.